ഹായ് ഹലോ നമസ്കാരം. എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയിൽ 4 ഇയർ UG പ്രോഗ്രാം 2025-26 അഡ്മിഷൻ പ്രോസസ്സ് നോക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുവാൻ ശ്രമിക്കുക. നിങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയോ ഈ ഒരു UG കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷനായിട്ട് പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന വ്യക്തമായൊരു ധാരണ ആദ്യമേ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം മാത്രം ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിലേക്ക് കടക്കുക. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൻ്റെ രജിസ്ട്രേഷൻ 7 സ്റ്റെപ്പുകളായിട്ടാണ് വരുന്നത്. ഈ ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന കൃത്യമായ കാര്യം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതുപോലുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കായി ഈ ഒരു ചാനലിലൂടെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കൂ. ആദ്യമായി സ്റ്റെപ്പ് 1 പറയുന്നത് കാൻഡിഡേറ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റാർ ഐക്കൺ വരുന്ന ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്ന സ്റ്റാർ ഐക്കൺ ഇട്ടിരിക്കുന്ന എല്ലാ ആ ഒരു ബോക്സസും നിങ്ങൾ മാൻഡേറ്ററി ആയിട്ടും ഫില്ല് ചെയ്യേണ്ടതാണ്. അതിൽ വരുന്ന കാര്യങ്ങൾ ഒന്ന് പേര് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ വരുന്നത് അതുപോലെ തന്നെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, മന്ത്, ഇയർ എന്നീ ഫോർമാറ്റിൽ കൊടുക്കുക. ജെൻഡർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ കേരളത്തിലാണോ പുറത്താണോ എന്ന കാര്യം വ്യക്തമായി കൊടുക്കണം. അതുപോലെ തന്നെ നാഷണാലിറ്റി ഇന്ത്യൻ ആണോ ഫോറിൻ ആണോ. പിന്നെ ലാൻഡ് നമ്പറും കോൺടാക്റ്റ് മൊബൈൽ നമ്പറും ചോദിക്കുന്നുണ്ട്. ഇമെയിൽ ID, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ദെൻ നിങ്ങളുടെ റിലീജിയൻ, കാസ്റ്റ്, ഇത് രണ്ടും ചൂസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിദ്യാർത്ഥികൾ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ആ ഒരു കോളത്തിൽ യെസ് കൊടുത്തതിന് ശേഷം ആ ഒരു സർട്ടിഫിക്കറ്റ് താഴേക്ക് വരുമ്പോൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ കാറ്റഗറി ആണോ എന്ന കാര്യം സെലക്ട് ചെയ്യുക. അലോട്ട്മെൻറ്റ് കാറ്റഗറി ആണോ എന്ന കാര്യം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ദെൻ OEC ആണെങ്കിൽ അത് കാണിക്കുന്നതിന് സമാനമായ സർട്ടിഫിക്കറ്റുകൾ അവിടെ ഹാജരാക്കണം. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഇൻഡെക്സ് മാർക്കിൽ ബോണസായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്, സ്പെഷ്യൽ മാർക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. ദെൻ EWS വിദ്യാർത്ഥികളാണ്, എക്കണോമിക്കലി ബാക്ക്വേർഡ് വിദ്യാർത്ഥികളാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാം. ദെൻ സ്പെഷ്യൽ റിസർവേഷൻ, NSS, NCC, SPC തുടങ്ങിയവയിൽ പ്രവർത്തിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ആ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ മാർക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസ് മാൻ, ചിൽഡ്രൻ ഓഫ് ജവാൻസ്, എക്സ് സർവീസ് മാൻ, ആർമി, നേവി, എയർഫോഴ്സ് തുടങ്ങിയ കാര്യങ്ങളിൽ എക്സ് സർവീസ് മാൻ ആയിട്ടുള്ള വിദ്യാർത്ഥി പാരൻസിൻ്റെ മക്കൾക്കും ഇതിനുപോലെ എക്സ്ട്രാ മാർക്ക് കിട്ടുന്നുണ്ട്. ദെൻ താഴേക്ക് വരുമ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും സ്പോർട്സ് കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ യെസ് കൊടുക്കുക. അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതിന് എക്സ്ട്രാ മാർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ഇതിന് മുമ്പ് UG പ്രോഗ്രാമിന് പ്രീവിയസ് അക്കാദമിക് ഇയറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ +2 പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണെങ്കിൽ ഒരിക്കലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. ഒരു വർഷം ഗ്യാപ്പ് എടുത്തതിന് ശേഷം ഡിഗ്രിക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അത് യെസ് കൊടുക്കുക. അത് ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കഴിയുമ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രൊഫൈൽ രജിസ്ട്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ അവിടെ അക്കാദമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ്. അവിടെ നിങ്ങളുടെ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ ചോദിക്കുന്നുണ്ട്. റെഗുലർ ആണോ, പാർട്ട് ടൈം ആണോ, ഓപ്പൺ സ്കൂളാണോ എന്നീ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ദെൻ ബോർഡ് ഓഫ് എക്സാം, HSC, VHSC, ICSE, CBSE ഇതിലേതാണോ നിങ്ങളുടെ ബോർഡ് ഓഫ് എക്സാം അത് ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ സ്ട്രീം, നിങ്ങൾ സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, ഏത് സ്ട്രീമിൽ ഏത് ഇയറിൽ പാസ് ഔട്ട് ആയ വിദ്യാർത്ഥിയാണെന്ന കാര്യം കൃത്യമായി കൊടുക്കുക. ദെൻ നമ്പർ ഓഫ് അപ്പിയറൻസ് ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇപ്പോൾ +2 പൂർണ്ണമായും കംപ്ലീറ്റ്ലി എഴുതി പാസ്സായ വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ അപ്പിയറൻസ് 1 ആയിരിക്കും. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നിങ്ങൾ എഴുതി പാസ്സാക്കി എടുത്തിട്ടുണ്ട്. ദെൻ നിങ്ങളുടെ എക്സാമിനേഷൻ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ദെൻ ഇവിടെ ചോദിക്കുന്ന പ്രധാന ഒരു കാര്യം, പ്രീ നോളജ് ഓഫ് അറബിക്, നിങ്ങൾക്ക് അറബ് എന്നൊരു സബ്ജക്റ്റിൽ സെക്കൻഡറിയിലോ ഹയർ സെക്കൻഡറിയിലോ പ്രീവിയസ് ആയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള നോളജ് ഉണ്ടോ ഇല്ലയോ എന്ന കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് BA അറബിക് കോഴ്സിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. മാർക്ക് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നിങ്ങൾ മാർക്കിംഗ് സിസ്റ്റത്തിൽ, അതായത് ഗ്രേഡ് അനുസരിച്ചാണ് നിങ്ങൾ ഏതെങ്കിലും സിലബസിൽ പഠിച്ചിട്ടുള്ളെങ്കിൽ ആ ഗ്രേഡിനെ നിങ്ങൾ തന്നെ അത് മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് മാത്രമേ ഈ ഒരു ഡോക്യുമെൻറ്റിൽ ആപ്ലിക്കബിൾ ആക്കുവാൻ സാധിക്കുകയുള്ളൂ. കാരണം കേരള യൂണിവേഴ്സിറ്റി ഗ്രേഡിംഗ് സിസ്റ്റം ആയിരിക്കത്തില്ല, ഇൻഡെക്സ് മാർക്ക് ബേസ് ആയിരിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് പരിഗണിക്കുന്നത്. ദെൻ നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൂന്നാമത്തെ സ്റ്റെപ്പിലോട്ട് പോവുകയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് വേണം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സമയമെടുത്ത് ബാക്കി നിങ്ങൾക്ക് ആരോടെങ്കിലും ഒരു സഹായം തേടണമെങ്കിൽ അവരോടെല്ലാം ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ്
മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങളൊരു കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ട് പോകുമ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. ഏത് കോളേജിൽ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ വയ്ക്കണം, ആ കോളേജിൽ തന്നെ ഏത് സബ്ജക്റ്റ് ഞാൻ വയ്ക്കണം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണയുണ്ടായിരിക്കണം. കാരണം നിങ്ങൾക്ക് ആകെ 20 ഓപ്ഷൻസ് മാത്രമേ വയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഏറ്റവും ടോപ്പിൽ വച്ച ഓപ്ഷനാണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതെങ്കിൽ അതുകൊണ്ട് അപ്പോൾ തന്നെ നിങ്ങളുടെ താഴോട്ടുള്ള ഓപ്ഷൻസ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാൻ ഏത് കോളേജിൽ ഏത് സബ്ജക്റ്റാണോ ഏറ്റവും ഇഷ്ടം എന്ന കാര്യം ചൂസ് ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ ഓപ്ഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻസ് എല്ലാം നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോളേജും സബ്ജക്റ്റും കൊണ്ടുവന്ന് 10ാമത്തെ ഓപ്ഷൻ എന്തെങ്കിലും വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാർക്ക് എത്രയോ ആവട്ടെ, നിങ്ങൾക്ക് കിട്ടിയ മാർക്കോ ഗ്രേഡോ ഒന്നും ഇതിൽ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ പഠിക്കുവാൻ ഏറ്റവും താല്പര്യമുള്ള കോളേജും വിഷയവും മാത്രം ഈ ഒരു ഓപ്ഷനിൽ 20 ഓപ്ഷൻസ് മാക്സിമം വയ്ക്കാം, അതിനുള്ളിൽ നിങ്ങൾ വയ്ക്കാൻ നോക്കുക. അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് താഴേക്കും മേലേക്കും, അതായത് ഓപ്ഷൻ താഴോട്ട് ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ അങ്ങനെ താഴേക്കും മേലേക്കും ആക്കുവാനുള്ള ഡൗൺ ആരോയും അപ്പ് ആരോയും ആ ഒരു വിൻഡോയിൽ കാണുവാൻ സാധിക്കും. അതെല്ലാം ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. നിങ്ങൾ ആ ഒരു ഓപ്ഷൻ സേവ് ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന 4ാമത്തെ സ്റ്റെപ്പിലോട്ട് പോവേണ്ടതാണ്. ആ ഒരു ഓൺലൈൻ മോഡ് പേയ്മെൻറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ജനറൽ OBC വിദ്യാർത്ഥികൾക്ക് 600 രൂപയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ SC ST വിദ്യാർത്ഥികൾക്ക് 350 രൂപയുമാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് വെച്ചോ നെറ്റ് ബാങ്കിങ് വഴിയോ UPI വഴിയോ ചെയ്യാൻ സാധിക്കും. അത് ചെയ്തതിന് ശേഷം നിങ്ങളുടെ 5ാമത്തെ സ്റ്റെപ്പായിട്ട് പോകുന്നത് അപ്ലോഡ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചറാണ്. നിങ്ങളവിടെ നിങ്ങളുടെ 150 പിക്സൽ വിഡ്ത്തും 200 പിക്സൽ ഹൈറ്റും വരുന്ന 40 KB അകത്ത് വരുന്ന JPG ഫോർമാറ്റിലെ ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഫോട്ടോ ക്ലിയർ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിലോട്ട് പോവുകയാണെങ്കിൽ ഈ പിക്സലിൻ്റെ കാര്യവും അതുപോലെ തന്നെ സൈസും JPG ഫോർമാറ്റും എല്ലാം അവർ സെറ്റാക്കും. ബട്ട് നിങ്ങൾ കൊണ്ടുപോകുന്ന ഫോട്ടോ എന്തായാലും നല്ല ക്ലിയർ ഉള്ള ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ എടുത്ത ഫോട്ടോ ആയിരിക്കണം. ദെൻ സിഗ്നേച്ചറിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 150 പിക്സൽ വിഡ്ത്തും 60 പിക്സൽ ഹൈറ്റുമുള്ള 40 KB JPG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇതെല്ലാം ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്ഷൻസും നിങ്ങളുടെ പേര്, ഇമെയിൽ ID, ഫോൺ നമ്പർ കൊടുത്ത എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുക. വെരിഫൈ ചെയ്ത് എല്ലാം ഓക്കെ ആണെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക. നിങ്ങൾക്ക് വരുന്ന ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുക. ആ ഒരു പ്രിൻ്റ് ഔട്ടിലാണ് നിങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ നമ്പറും കാര്യങ്ങളും എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രിൻ്റ് ഔട്ട് കയ്യിൽ നിങ്ങൾ സൂക്ഷിക്കുക. തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകൾ, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, ട്രയൽ അലോട്ട്മെൻറ്റ് എന്നീ കാര്യങ്ങളിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡും വച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു UG കേരള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പ്രോസസ്സിൽ മെയിൻലി ഉൾക്കൊണ്ടിട്ടുള്ളത്. തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് അലോട്ട്മെൻറ്റ് കാര്യങ്ങളും മറ്റുമെല്ലാം സംസാരിക്കാം. നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടർന്നോളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം.